ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. പ്രാരംഭമായിട്ട് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 21 അധ്യായത്തിൽ നിന്നും 2-3 വാക്യങ്ങൾ നമ്മൾ പ്രാരംഭമായിട്ട് വായിക്കുകയും അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചതും 3-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ടാബർനാക്കിൾ എന്നാണ്. ദൈവത്തിൻ്റെ ടാബർനാക്കിൾ, ഗോഡ്സ് ടാബർനാക്കിൾ. അപ്പോൾ ദൈവത്തിൻ്റെ ടാബർനാക്കിൾ മനുഷ്യരോട് കൂടെ എന്ന് ദൈവം പറയുമ്പോൾ ദൈവം എത്രമാത്രം സംതൃപ്തനാണ് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. ഇനിയും അതിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്കുകൂടെ ഞാനൊന്ന് പറയുകയാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ നിത്യകൂടാരം എന്ന് പറഞ്ഞാൽ ഇനി അതിനൊരു മാറ്റമില്ല, ഇനി അതിനൊരു ചേഞ്ചില്ല. നിത്യകൂടാരം, അവൻ അവരോടുകൂടെ, ഒരു വാക്കൂടെ, എന്നേക്കും വസിക്കും, എന്നേക്കും വസിക്കും. ഇനിയും ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഷെക്കീന ഗ്ലോറി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്, മഹത്വം ഇനി പോകത്തില്ല, ഇനി അവരെ വിട്ടു പോകത്തില്ല. ദൈവം പല പ്രാവശ്യം അവരെ വിട്ടുപോവുകയുണ്ടായി, അവരിൽ നിന്നും മാറിപ്പോവുകയുണ്ടായി. ഇനി അങ്ങനെ ഒന്നുമില്ല. അവൻ അവരോടുകൂടെ എന്നേക്കും വസിക്കും. ഇനിയും അവർ അവൻ്റെ ജനമായി തന്നെയിരിക്കും, അവർ അവൻ്റെ ജനമായി തന്നെയിരിക്കും. ഇനിയും അതിനൊരു വ്യത്യാസമില്ല. പലപ്പോഴും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവജനത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ദൈവം അവരോട് ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ കണക്കിലെടുത്താൽ പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകും, ചിന്തിച്ചു പോകും, ഈ ജനത്തിൻ്റെ ദൈവമാണോ ഇത്, ഈ ദൈവത്തിൻ്റെ ജനമാണോ ഇത് എന്നൊക്കെ ചിന്തിക്കത്തക്ക നിലയിൽ അത്രമാത്രം അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇനി പറയുകയാണ്, ദൈവം താൻ അവരുടെ മാത്രം ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി മാത്രം, ഓൺലി ഫോർ ദം, അവരോടുകൂടെ മാത്രമായിട്ട് ഇരിക്കും. ഇനി പറയുകയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ അവർ ദുഃഖിക്കേണ്ട, വേദനിക്കേണ്ട ഒരാവശ്യം അവരുടെ ജീവിതത്തിൽ ഇല്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് അത് തുടരുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആന്ത്രോപ്പോമോർഫിക്കൽ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് ദൈവത്തിൻ്റെ വചനം എഴുതി തന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ദൈവത്തിൻ്റെ ടാബർനാക്കിൾ, ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ അബോർഡ്, ദൈവത്തിൻ്റെ നിവാസം, ദൈവത്തിൻ്റെ വാസം മനുഷ്യരോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിൽ നിന്നും നമ്മൾ പഠിച്ച് മുന്നോട്ട് വരികയായിരുന്നു. നമ്മൾ ചിന്തിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ 49 അധ്യായത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 400ഓളം വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബിലൂടെ പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ നിവർത്തി യോശുവയിലൂടെ സാധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഒന്നും അതുപോലെ തന്നെ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല.
ഇന്ന് കഴിവതും കുറേ നോട്ട്സ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇന്നിനിയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു പോകും, നിങ്ങളിങ്ങനെ കേട്ടിരിക്കും. അതുകൊണ്ട് കുറേ പോയിന്റുകളൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം ഒന്നുകൂടെ നമുക്കൊന്നെടുക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം ഒന്നുകൂടെ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുന്നു. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് പറയുന്നു, 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. അതിന് മാറ്റമൊന്നുമില്ല, അതിനൊരു മാറ്റവും വരാനായിട്ട് പാടില്ല. 25-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിലും പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അതായത് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവം പറയുന്നതിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാനായിട്ട് പാടില്ല. വ്യതിചലിച്ചാൽ എന്താണ് കുഴപ്പം? ദൈവത്തിന് വസിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, ദൈവം അത് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവീക പ്രമാണങ്ങൾ നമ്മൾ പാലിക്കുവാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അതിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും, ദൈവജനം ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട 2-3 യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, ഗോഡ്സ് പാറ്റേൺ ഫോർ ഇറ്റ്. അതായത് അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ രീതി, ഗോഡ്സ് പാറ്റേൺ ഫോർ ഇറ്റ്. ദൈവസഭയോടുള്ള ബന്ധത്തിലും ദൈവത്തിനൊരു രീതിയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, ഇന്നലെ നമ്മൾ ചിന്തിച്ചു, പല പോയിന്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, 10-35 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ പല കാര്യങ്ങളും ഇന്നലെ ഞാൻ പറഞ്ഞു. അത് അക്കമിട്ട് ഇന്നും ഞാൻ ഒന്നുകൂടെ അത് പറയുന്നതായിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കൂടി വരവിൻ്റെ ബിഗിനിങ് ആണ്. അതിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒരു കൂടി വരവിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, അതിൻ്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ദൈവമായിരിക്കണം, മനുഷ്യനല്ല. മനുഷ്യൻ അതിനൊരു ഇനിഷ്യേഷൻ എടുത്ത്, അതിനൊരു മുൻകൈ എടുത്ത് ചെയ്യുന്നതിനേക്കാൾ ദൈവം ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് ദൈവം അവരുടെ ഡിസിഷൻ എടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ട് ദൈവം പറയുകയാണ്. അപ്പോൾ 25-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗോഡ്സ് പാറ്റേൺ ഫോർ ഇറ്റ്. ഒരു രീതി ദൈവത്തിനുണ്ട്. 2, 25-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഗോഡ്സ് പർപ്പസ് ഫോർ ഇറ്റ്. അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ദൈവത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം അഥവാ ഉദ്ദേശം, ഗോഡ്സ് പർപ്പസ് ഫോർ ഇറ്റ്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ ഞാൻ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പറഞ്ഞു. എന്തിനാ പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞേ? ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതൊക്കെ പറയാം കേട്ടോ. എന്തായിരുന്നു? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, വളരെ ലളിതമാണ്. എനിക്ക് ആ കുടുംബത്തോട് കൂടെ വസിക്കണം. ഇതിൽ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കണ്ട. എനിക്ക് ആ കുടുംബത്തോട് കൂടെ വസിക്കണം. ഒരു വേള പോലും അവരെ വിട്ടുപോകാതെ ഈ ജലപ്രളയ സമയത്ത്, ഈ ന്യായവിധിയുടെ സമയത്ത് എനിക്ക് അവരോട് കൂടെ വസിക്കണം. ഒരു വേള പോലും അവരെ വിട്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദൈവം തൻ്റെ സഭ ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള പർപ്പസ് എന്താ? ലോക്കൽ ചർച്ചിൻ്റെ പർപ്പസ് എന്താ? നമ്മൾ പറയും അപ്പം മുറിക്കാനാണെന്ന് പറയും, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാനാണെന്ന് പറയും. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിലെല്ലാം അൾട്ടിമേറ്റായിട്ട് ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അവരുടെ നടുവിൽ വസിക്കണം. ഐ വാണ്ട് ടു ഡ്വെൽ എമംഗ് ദം. എനിക്ക് അവരോട് കൂടെ ഇരിക്കണം, എനിക്ക് അവരോടൊപ്പം വസിക്കണം. ഇന്ന് നമ്മളുടെ ചിന്ത എന്താണെന്നറിയാമോ? കർത്താവ് ഇല്ലേലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടത്തണം. കർത്താവ് ഇല്ലേലും കുഴപ്പമില്ല, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. കർത്താവ് ഇവിടെ വേണോ വേണ്ടായോ, വരണോ വേണ്ടായോ, ഇതൊന്നുമല്ല നമ്മളുടെ ചിന്ത. എങ്ങനായാലും കുഴപ്പമില്ല,
നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, ഞാൻ പിടിച്ച മുയലിന് ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 4 ആവാം. നമ്മളുടെ ചിന്തയാണ്, നമ്മളുടെ ഉദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുകയാണ്. ഇനിയും 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത് 25-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്നും പിന്നെയും നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. ഗോഡ്സ് പ്ലേസ് ഇൻ ഇറ്റ്. അതിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്താണ്? ദൈവം ഒരു കാര്യം നമ്മളോട് ചെയ്യാനായിട്ട് പറയുമ്പോൾ, ദൈവം ഒരു കാര്യം നിവർത്തിക്കാനായിട്ട് പറയുമ്പോൾ, നമ്മൾ 3-ാമതായിട്ട് ചിന്തിച്ചിരിക്കേണ്ട വിഷയം, അറിഞ്ഞിരിക്കേണ്ട വിഷയം, ഗോഡ്സ് പ്ലേസ് ഇൻ ഇറ്റ്. അതിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്താണ്? ദൈവത്തിന് അവിടെയുള്ള സ്ഥാനം എന്താണ്? നമ്മൾ പലപ്പോഴും ദൈവമുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഒരിടത്തൊരു സഭയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു ആത്മീകനായ ഒരു അച്ചായൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഓർത്തോണമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത വായിലെ ആ മറ്റേ സഹോദരൻ പറഞ്ഞത്, ദൈവം അവിടെ ഇരിക്കട്ടെന്ന്. ദൈവം അവിടെ ഇരിക്കട്ടെന്ന്. എന്തുവാ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ദൈവത്തിൻ്റെ സ്ഥാനമോ ദൈവത്തിൻ്റെ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ പൊസിഷൻ പലപ്പോഴും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ അതൊക്കെ മറന്നാണ് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും 4-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഗോഡ്സ് പ്ലാൻ ഫോർ ഇറ്റ്. ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി. അതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പദ്ധതിക്ക് ഏറ്റവും യോജിച്ച ബിബ്ലിക്കലായിട്ടുള്ള മറ്റൊരു വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിൽ, മനസ്സ്, ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ മനസ്സ്. ദൈവം സമാഗമന കൂടാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത് കൊണ്ട് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവം സഭ ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമുക്കൊന്ന് ചോദിക്കാം, നമ്മൾ വിവിധ സ്ഥലം സഭകളിലായിരിക്കുന്നവരാണ്, വിവിധ സ്ഥലം സഭകളുടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരാണ്, ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ മനസ്സ് പൂർത്തീകരിക്കാൻ താല്പര്യപ്പെടുന്നവരാണോ ഞാനും നിങ്ങളും? ഫിലിപ്പ് ലേഖനത്തിൽ 2:5 പൗലോസ് പറയുന്നുണ്ടല്ലോ, ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. ക്രിസ്തുവേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനസ്സ്, മനോഭാവം, അതിലും നല്ലത് മൈൻഡ് എന്നുള്ള വാക്കാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. റോമാലേഖനത്തിലും പൗലോസ് പറയുകയാണ്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സും മനോഭാവവും എനിക്കില്ല എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് ഈ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ മനോഭാവമുള്ളവരായിരിക്കണം. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മനോഭാവം വരും, ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് വരും? ഓരോ വാക്കുകളും വാക്യങ്ങളും വിശദീകരിക്കേണ്ടതാണ്, അതിനുള്ള സമയമില്ല. എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സ് വരും? ഒറ്റ അധ്യായം മാത്രം മതി, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം. ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു എന്ന് പറഞ്ഞിട്ട് 1-ാമത് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എത്രത്തോളം താണു വരാമോ അത്രത്തോളം താണു വന്നു, അത്രത്തോളം താണു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് എത്രത്തോളം താഴാനായിട്ട് കഴിയുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ ഉദ്ദേശം നമ്മുടെ സഭകളിൽ നിറവേറുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഉദ്ദേശം നിറവേറുന്നതിന് വേണ്ടി നമുക്ക് എത്രത്തോളം താഴാനായിട്ട് കഴിയുന്നു പ്രിയമുള്ളവരെ? എന്ത് ഈ താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ഈ താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സബ്മിഷൻ ഓർ സറണ്ടറിങ്? ഇത്രയേ ഉള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും, പക്ഷെ എന്നാലും എൻ്റെ കർത്താവിന് വേണ്ടി ഞാനത് ചെയ്യുന്നില്ല. അതാണ് 1-ാമത്തെ ഉദ്ദേശം. നമ്മുടെ കർത്താവിന് എന്തെല്ലാം കാര്യങ്ങൾ, കള്ളൻ തന്നെ കർത്താവിനോട് പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ,
കർത്താവിന് ഇറങ്ങി വരാനായിട്ട് പറ്റും. പക്ഷെ കർത്താവ് അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മളെ ഓർത്താ ചെയ്യാഞ്ഞത്, എന്നെ ഓർത്ത്. ഇന്നും പലപ്പോഴും നമ്മൾ കർത്താവിനെ മറന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് രണ്ട് തലങ്ങളിലൂടെ. ഒന്ന്, ഗോഡ് ക്രിയേറ്റഡ് പീപ്പിളാണ്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജനമാണ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞേ, നാം അവൻ്റെ കൈപ്പണിയാണ്. വി ആർ ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ഗാഡ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അത് നമുക്കറിയത്തില്ല. 2:8 നമുക്കറിയാം. 2:5 മുതലുള്ള വാക്യങ്ങൾ അറിയാം. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ കൈപ്പണിയാണെങ്കിൽ മാത്രമേ സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുകയുള്ളൂ. എന്താ ഈ സൽപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവിടെ പോയി ചില കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഇതല്ല ഈ സൽപ്രവൃത്തി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീത്തോസ് ലേഖനത്തിൽ സൽപ്രവൃത്തികളെക്കുറിച്ചുള്ള ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ കാൽച്ചുവടു പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൽപ്രവൃത്തി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കാൽച്ചുവട് പിന്തുടരുന്നതിനു വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത് ഹ്യുപ്പോഗ്രാമോസ് എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹ്യുപ്പോഗ്രാമോസ്. ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചു വരുമ്പോൾ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായി തീരുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ബുക്കുണ്ട്. അതിന് പറയുന്ന കർസീവ് റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഇംഗ്ലീഷ് അക്ഷരമൊക്കെ നല്ല രീതിയിൽ നല്ല കേർവായിട്ട് വളച്ചൊക്കെ എഴുതണമെങ്കിൽ ആദ്യം കുറേ കുത്തിട്ടിട്ട് അതിൽ 1, 2 എന്ന് എഴുതിപ്പോവും. ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 1, 2 എന്നുള്ളത് ഇങ്ങനെ പൂരിപ്പിച്ച് പോയാൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് ആ അക്ഷരങ്ങൾ എഴുതുവാനായിട്ട് സാധിക്കും. ഈ കർസീവ് റൈറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഈ ഹ്യൂപ്പോഗ്രാമോസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. അവൻ്റെ ആ പാദങ്ങൾ സ്പർശിച്ച സ്ഥലങ്ങളിലൂടെ, നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്കൊന്ന് യാത്ര ചെയ്യാനായിട്ട് ഇടയായി തീരണം. അതാണ് അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എഫെസോസിലെ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. എഫെസോസിലെ വിശ്വാസികളെക്കുറിച്ച് പറയുന്നതും കൊരിന്തിലെ വിശ്വാസികളെക്കുറിച്ച് പറയുന്നതും രണ്ടും 2 തലങ്ങളിലാണ് പോകുന്നത്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചോണം. കൊരിന്ത് ലേഖനവും എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനവും തമ്മിൽ രണ്ടുപേരും 2 സ്റ്റാൻഡേർഡാണ്. കൊരിന്ത്യ ലേഖനം അവർ കാർണൽ പീപ്പിളാണ് എന്ന് പറഞ്ഞാൽ, കാർണൽ, ജഡം, ജഡീകം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിനോ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനോ ക്രിസ്തുവിൻ്റെ വചനത്തിനോ വിരോധമായിട്ട് പൊങ്ങുന്ന ഏതുയർച്ചയ്ക്കും നമുക്ക് ജഡമെന്ന് പറയാനായിട്ട് സാധിക്കും, ജഡത്തിൻ്റെ ചിന്ത എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ജഡത്തിൻ്റെ ചിന്തകൾ മുറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കൊരിന്തിലുള്ള ആളുകൾ. അവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കൃപാവരത്തിനും കുറവില്ല, അവിടെ ഒരു പ്രവർത്തനത്തിനും കുറവില്ല, അവിടെ ആരാധനയ്ക്കും കുറവില്ല, ആരാധന യോഗങ്ങൾക്ക് എല്ലാം മുറ പോലെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവരെ 2 പേരെയും കമ്പയർ ചെയ്തിട്ട് അപ്പോസ്തലനായ പൗലോസ് പല സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അവസാനിപ്പിക്കുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഈ കൊരിന്തിലെ വിശ്വാസികൾ ആരാ? ദൈവമക്കൾ തന്നെയാണ്. അവർക്കല്പം കാർണാലിറ്റി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അവർ ദൈവമക്കളാണ്. പക്ഷെ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഇനിയും എഫെസോസിലെ വിശ്വാസികളുടെ ആ ലേഖനം, അവർക്ക് എഴുതിയ ആ എഴുത്ത് പറഞ്ഞ് അവസാനിപ്പിച്ച് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ കർത്താവിനെ
അക്ഷയമായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കർത്താവിൻ്റെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പോൾ രണ്ട് കൂട്ടർ, ഒന്ന് ജഡം മുറ്റി നിൽക്കുന്ന ആളുകൾ, രണ്ട് ആത്മാവിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരു കൂട്ടർ കർത്താവിനെ സ്നേഹിക്കാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. രണ്ടാമത്തെ കൂട്ടർ കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിരുന്നാൽ പോലും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് ഈ എഫേസോസിലെ വിശ്വാസികൾക്ക് ഒരു ലേഖനം എഴുതി. ഒരുപക്ഷെങ്കിൽ പൗലോസിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവർ കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കാം. ഇന്ന് നമ്മളും ചില സഭയിലൊക്കെ നോക്കുമ്പോൾ ചിലരൊക്കെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, യോ ബ്രദർ എന്തോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ ചെമ്മന്തൂർ സഭയിലല്ലയോ എന്ന്, പുനലൂർ സഭയിലല്ലയോ? ഈ വെളിയിൽ നിന്ന് നോക്കുമ്പോഴല്ലയോ ഇത് ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തോന്നുന്നത്? മനുഷ്യൻ്റെ ദൃഷ്ടിയിലല്ലയോ തോന്നുന്നത്? ഇനിയും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭ അല്ലെങ്കിൽ നമുക്കറിയാവുന്നതിലേക്കും വെച്ച് ഏറ്റവും നല്ലൊരു സ്ഥലം സഭയാണെന്ന് ആർക്ക് പറയാൻ സാധിക്കും? പ്രിയമുള്ളവരെ, നമുക്കറിയാം. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ കർത്താവ് എഫേസോസിലെ വിശ്വാസികൾക്ക് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് ഒന്ന് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ എന്താ? ഈ ആദ്യ സ്നേഹം ഇസിക്കൽ ടു, അയ്യോ ഞാൻ പറഞ്ഞു ഉത്തരം, അക്ഷയ സ്നേഹം. അക്ഷയമായിട്ട് സ്നേഹിക്കുന്ന സ്നേഹം അവർ വിട്ടുകളഞ്ഞു. അവരും വേറെ പല കാര്യങ്ങളിലേക്ക് പോയി. ഇപ്പൊ അവരുടെ പണി എന്താ? അപ്പോസ്തലന്മാരല്ലാത്തവരെ പറഞ്ഞു, അപ്പോസ്തലന്മാരല്ലാത്തവരെ കള്ളന്മാരെന്ന് കാണുന്നു. ഇന്ന് ഉപദേശിമാരാരാന്ന് തുന്നിച്ചു നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. മൂപ്പന്മാരാരാണ്? ശരിയായ മൂപ്പന്മാരാരാണ്? ഉപദേശി ആരാണ്? ഈ കർത്താവിനോടുള്ള സ്നേഹമെല്ലാം വിട്ടിട്ട് നമ്മൾ മറ്റു പല ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള ഏകാഗ്രതയും കർത്താവിനോടുള്ള നിർമ്മലതയും വിട്ടിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോയി. കർത്താവ് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് നീ മാനസാന്തരപ്പെട്ട് നീ എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ, നീ എവിടെ നിന്ന് വീണോ, വീണിട്ടും അവർ മുന്നോട്ട് പോവുകയാട്ടോ. വീണിട്ടും അവർ മാനസാന്തരപ്പെടാതെ, അവർ മടങ്ങി വരാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാതെ, ദൈവത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും നാൾ ചെയ്തതെല്ലാം വൃഥാവായി പോയില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഒരു മണവാട്ടി മണവാളനിൽ നിന്ന പോലെ നമ്മൾ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതെ, കൊരിന്ത്യരോട് പറയുക, വഷളായി പോകുമോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുകയാണ്. പക്ഷെ നമ്മൾക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും വഷളായി പോയെന്ന്. പക്ഷേ പൗലോസ് എത്രയോ ദൈവകൃപയുള്ള ഒരു മനുഷ്യനായിരുന്നെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അവരെ ഓർക്കുമ്പോഴൊക്കെയും പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് അവരെ എത്രമാത്രം സ്നേഹിക്കാമോ സ്നേഹിക്കുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പൗലോസിന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് താനൊന്നും ചെയ്യുകയില്ല. പൗലോസ് പറയും, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏതുയർച്ചയെയും ഞാൻ എന്ത് ചെയ്യുക? പിടിച്ചടക്കുകയാണ്. ഞാൻ പിടിച്ചടക്കുകയാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവിനോട് ഇത്രമാത്രം അദമ്യമായിട്ടുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈപ്പണിയായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നമ്മളെപ്പോഴും ആവർത്തിച്ച് സുവിശേഷ യോഗങ്ങൾക്കൊക്കെ പറയുന്ന വാക്യമുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തീർന്നില്ല. അത്രയും അവിശ്വാസികൾക്കുള്ളത്. ബാക്കി ആർക്കുള്ളതാ? നമുക്കുള്ളത്. പറഞ്ഞേ, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഒന്നൊന്ന് പണിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൈപ്പണിയായിട്ട് നിങ്ങളെ ഒന്ന് മെരുക്കിയെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നുകത്തിൻ്റെ കീഴിൽ നിങ്ങളൊന്ന് വന്നേ. കർത്താവിൻ്റെ ആ നുകത്തിൻ്റെ കീഴിലൊന്ന് വന്ന് നിങ്ങൾ എന്നോട് പഠിച്ചേ.
കർത്താവിനെ പഠിക്കണം, കർത്താവിൽ നിന്ന് പഠിക്കണം, കർത്താവ് പഠിപ്പിച്ചത് പഠിക്കണം. ഈ 3 കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ ഗോഡ് ക്രിയേറ്റഡ് പീപ്പിളായിട്ട്, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച, ദൈവം പണിഞ്ഞെടുത്ത, ദൈവം മെനഞ്ഞെടുത്ത ഒരു ദൈവദാസനായിട്ട്, ഒരു ദൈവദാസിയായിട്ട് നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു പക്ഷെങ്കിൽ ലോകം നമ്മളെ വിരൽ ചൂണ്ടിയിട്ട് നമുക്ക് പല പേരുകളും വിളിച്ചേക്കാം. ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നിന്ദിച്ച് തള്ളിയേക്കാം. എന്നാലും പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഉപയോഗിക്കും. കർത്താവിൻ്റെ പണിയിൽ, അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഗോഡ് ക്രിയേറ്റഡ് പീപ്പിൾ. രണ്ടാമത്തേത് ഗോഡ് പർപ്പസ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നിർണയിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരിലൂടെ ദൈവം തൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതാരാണ്? അത് ഞാനാണോ? ഞാനാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ്. ദൈവം നമ്മളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവരിലൂടെ കർത്താവിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചുവടിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അതോടുള്ള ബന്ധത്തിൽ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ദൈവം യെരൂശലേമിനെ തിരഞ്ഞെടുത്തു. ദൈവം ശീലോവിനെ ആദ്യം തിരഞ്ഞെടുത്തു. അതിൽ തുടരുവാനായിട്ട് സാധിച്ചില്ല. ദൈവം യെരൂശലേമിനെ തിരഞ്ഞെടുക്കുന്നു. യെരൂശലേമിൽ ആ പെട്ടകം കൊണ്ടുവെക്കുന്നു. യെരൂശലേമിൽ ദൈവത്തിൻ്റെ ആ ഷക്കീന ഗ്ലോറി ശലോമോൻ്റെ കാലത്ത് ഇറങ്ങി വരികയുണ്ടായി. ആ ചരിത്രമൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ കാലം കുറേ മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ ദൈവത്തിന് അവരുടെ ജീവിതത്തിലോ അവരുടെ കൂടിവരവുകളിലോ അവരുടെ ആരാധനകളിലോ അവരുടെ കുടുംബങ്ങളിലോ ഒന്നും കൊടുക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ്. ദൈവം എണ്ണി അവരോട് കണക്ക് ചോദിക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, എസെക്കിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഞാനതങ്ങ് പെട്ടെന്ന് പറഞ്ഞ് പുതിയ നിയമത്തിലേക്ക് ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഷക്കീന ഗ്ലോറി ആ കൃപാസനത്തിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങി ഉമ്മരപ്പടിമേൽ പോയിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഷക്കീന ഗ്ലോറി ഇരുന്നിരുന്ന സ്ഥലത്ത്, അതായത് ആ കെരൂബുകളുടെ മധ്യേ ആ കൃപാസനത്തിന് മീതെ വസിച്ചിരുന്ന ഷക്കീന ഗ്ലോറി, ദൈവത്തിൻ്റെ തേജസ്, അവിടെ നിന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. ആ ഉമ്മരപ്പടിമേൽ പോയി ഇരുന്നിട്ട് ദൈവം സംസാരിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഞാൻ മടങ്ങി വരാം. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഞാൻ മടങ്ങി വരാം. അവർ മാനസാന്തരപ്പെട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും ഇതേപോലെ തന്നെ ദൈവം എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന ഈ സത്യങ്ങളൊക്കെ എത്രമാത്രം നമ്മൾ കേട്ടിട്ടും നമുക്ക് മാനസാന്തരപ്പെടാൻ തയ്യാറല്ല. നമുക്ക് മനസ്സില്ല. കർത്താവ് ആവർത്തിച്ചവരോട് പറയുകയുണ്ടായി. എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന കാതലായിട്ടുള്ള വിഷയം അതുതന്നെയാണ്. അവർ മടങ്ങി വന്നില്ല. ആ ഷക്കീന ഗ്ലോറി ആ ഉമ്മരപ്പടിയിൽ നിന്നും ഇറങ്ങി ഒരു മലയുടെ മുകളിൽ പോയിരുന്നു. ഇത് ഞാൻ കഥയൊന്നും പറയുകയല്ല കേട്ടോ. ദൈവവചനത്തിലെ ആത്മീക യാഥാർത്ഥ്യങ്ങളാണ്, ആത്മീക സത്യങ്ങളാണ്. മലമേൽ പോയിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഞാൻ മടങ്ങി വരാം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാം. അവർ മാനസാന്തരപ്പെട്ടില്ല പ്രിയമുള്ളവരെ. ആ ഷക്കീന ഗ്ലോറി ഈ ഭൂമിയിൽ നിന്നും മടങ്ങി സ്വസ്ഥാനത്തേക്ക് പോയി പ്രിയമുള്ളവരെ. അനേക വർഷങ്ങൾ, ഇരുണ്ട യുഗം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ, ദൈവം തെരഞ്ഞെടുത്ത ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വ്യഥകളും എത്രയോ വലുതായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ തേജസ് ഈ ഭൂമിയിലേക്ക് പിന്നെയും ഇറങ്ങി വരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ തേജസ്സായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യോഹന്നാനും പത്രോസും അവർ മഹിമ കണ്ട സാക്ഷികളായി തീർന്നു. ദൈവത്തിൻ്റെ തേജസ് അവർക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് പെന്തക്കോസ് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ ആരംഭിക്കുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. ഒരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. ഒരു പാരാക്ലിറ്റോസ് നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അത് നിങ്ങളെ വിട്ടു പോവുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ചെയ്ത എന്തെങ്കിലും ക്രിയയായിരുന്നെന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് എപ്പോഴേ നമ്മളെ വിട്ടു പോകുമായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മളിൽ ചെയ്ത ക്രിയ എന്ന് പറയുന്നത് അത് ദൈവം ചെയ്ത ക്രിയയാണ്. ദൈവം ചെയ്ത ക്രിയയാണ്. എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ ഉടമ്പടി കൊണ്ടോ സംഭവിച്ച ഒരു കാര്യമല്ല ഇത്. ദൈവജനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതാരൊക്കെയാണ്? ഒറ്റ ചോദ്യം ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്, അതിൽ ഞാനുണ്ടോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, അതിൽ ഞാനുണ്ടോ? ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ? ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണോ? വീണ്ടും ജനനം, ആ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. കർത്താവ് പൂർണ്ണമായിട്ടും മാനുഷികമായ കൈകടത്തലുകൾ ഒന്നും അതിനകത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നമ്മളിൽ പ്രവർത്തിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എന്നെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റി ദൈവത്തിൻ്റെ കൃപ എനിക്ക് തന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഇനിയും യെരുശലേം ആസ്ഥാനമാക്കി ദൈവത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതാ കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ പ്രവർത്തനം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ അടക്കം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ സ്വർഗാരോഹണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്, സഭയുടെ ആരംഭം, ഇതെല്ലാം യെരുശലേമിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറഞ്ഞു, നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകണം. എവിടെ നിന്ന് പോകണം? യെരുശലേമിൽ നിന്ന് പോകണം. നിങ്ങൾ ചിതറിപ്പോകണം. ആ വാക്യം ഒന്നെടുത്ത് അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം കൂടെ തന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? പോണം. യു ഹാവ് ടു സ്കാറ്റർ. നിങ്ങൾ ചിതറിപ്പോകണം. ദൈവത്തിൻ്റെ ആത്യന്തികമായ കമാൻഡ്, കൽപ്പനയെന്ന് പറയുന്നത് ഇതായിരുന്നു. അവർ അത് കേട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഞാനങ്ങ് പറയാം, അത് അവർ കേട്ടില്ല. അവർക്കത് കേൾക്കാനായിട്ട് അല്പം വിഷമമായി തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയും ദൈവം ഒരു കൽപ്പന കൊടുത്താൽ, ദൈവം ഒരു കാര്യം തൻ്റെ ജനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അനുസരിച്ചേ പറ്റുകയുള്ളൂ. ഇനി അനുസരിച്ചില്ലെങ്കിൽ ഏത് വിധേനയും ദൈവം അത് ചെയ്യും, അനുസരിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനിയും നമുക്ക് മുന്നോട്ട് വരാം. 8-ാം അധ്യായം എടുത്തേ. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് നോക്കിയേ, തൊട്ടടുത്ത വാക്യം നോക്കിയേ, അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചെതറിപ്പോയത്. ദൈവത്തിൻ്റെ കൽപ്പന എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെതറിപ്പോകണം.
പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു, ഇന്ന് വരെ അവരെന്ത് ചെയ്തിട്ടില്ല? ചെതറിപ്പോയിട്ടില്ല. പക്ഷെ ചെതറിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത ഒരു കാര്യമാണ് എന്ത്? ഉപദ്രവം. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ദൈവം തൻ്റെ സഭയെ ഉപദ്രവിക്കുമോ? ദൈവം തൻ്റെ സഭയ്ക്കൊരു പെർസിക്യൂഷൻ അയക്കുമോ? അയക്കുമെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇനി കൊരിന്തി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന എന്താ? നിങ്ങളിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് നല്ലത് തന്നെയാ. എന്തിനു വേണ്ടിയാ? നിങ്ങളിൽ കൊള്ളാകുന്നവര് വെളിവാകേണ്ടതിന്. നിങ്ങളിൽ ഭിന്നപക്ഷം ഉണ്ടാകുന്നത് നല്ലതിനാണെന്ന് പറയുന്നു. നിങ്ങളിൽ കൊള്ളാകുന്നവർ, ദൈവത്തിന് കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന്. ഇവിടെ പറയുന്നത് നോക്കിയേ, അപ്പോസ്തോലന്മാരൊഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചെതറിപ്പോയി. അപ്പോൾ അപ്പോസ്തോലന്മാര് മാത്രം. ഇപ്പൊ ആ സഭയിൽ ആരുണ്ട്? ഇപ്പൊ ആ സഭയിൽ ആരുണ്ട്? യെരുശലേം സഭയിൽ ആരുണ്ട്? അപ്പോസ്തലന്മാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു? ചെതറിപ്പോയി. ഇന്നും നമ്മുടെ സഭകളിൽ മൂപ്പന്മാരുടെയും ഉപദേശിമാരുടെയും ബഹളമാണ്. വിശ്വാസികൾ വളരെ കുറവാണ്. എന്താ ഇതിൻ്റെ കാരണം? എന്താ? വിശ്വാസികൾ ഇന്ന് ശുശ്രൂഷ രംഗങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് വിശ്വാസികൾ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലും ഈ ഉപദേശിമാര് ഇറങ്ങത്തില്ല. ഉപദേശിമാരോ അല്ലെങ്കിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ചിട്ടുള്ള ആളുകളോ അവരിറങ്ങാൻ തയ്യാറല്ല. ഇനിയും എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവിടെ സ്തേഫാനോസിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. 4-ാമത്തെ വാക്യം നോക്കി, 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ സഞ്ചരിച്ചു. അപ്പോൾ ചിതറിപ്പോയവർ അവർ ഒരിക്കലും പറഞ്ഞില്ല, അയ്യോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നു, പ്രയാസം വന്നു, അതുകൊണ്ട് ഈ കർത്താവിനെ വേണ്ട എന്ന് പറയുകയല്ല. പക്ഷെങ്കിൽ ദൈവം ഈ ഉപദ്രവം കൊടുത്തത് എന്തിനാണെന്ന് അപ്പോസ്തോലന്മാർക്ക് മനസ്സിലായില്ല. പക്ഷെ ആർക്ക് മനസ്സിലായി? വിശ്വാസികൾക്ക് മനസ്സിലായി. അവർ ചെതറിപ്പോയി സുവിശേഷം അറിയിച്ചു. ഇനിയും അവരവിടെ സഞ്ചരിച്ചു എന്നാ വായിക്കുന്നേ. ഇനി 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം. അവിടെ അതിൻ്റെ ചരിത്രം കണ്ടിന്യൂ ചെയ്യുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം 19-ാമത്തെ വാക്യം. പിന്നെ ഞാൻ ഇന്ന് സമയം തരുന്നില്ലെന്നുള്ളത് കേട്ടോ. 19-ാമത്തെ വാക്യം. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും അവരെന്ത് ചെയ്തില്ല? വചനം സംസാരിച്ചില്ല. 8-ാം അധ്യായത്തിൽ മറ്റൊരു വാക്യം കൂടെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. 8-ന്റെ 1-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയത് എങ്ങോട്ടാന്ന് നോക്കിക്കേ? യഹൂദ്യ ശമര്യ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എങ്ങോട്ടാ പോണ്ടേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഓർഡർ എന്തുവാ? യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും. അപ്പോൾ ഈ ഉപദ്രവം വന്നപ്പോൾ ദൈവത്തിൻ്റെ ക്രമം പാലിക്കാനിടയായി തീർന്നു. മനസ്സിലായല്ലോ? ഉപദ്രവം വന്നപ്പോൾ, പെർസിക്യൂഷൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ പാറ്റേൺ, ദൈവത്തിൻ്റെ രീതി, ക്രമം അവരുടെ ജീവിതത്തിലേക്ക് വരാനായിട്ടിടയായി തീർന്നു. ഇതിനു വേണ്ടി വേറൊരു വാക്യം ഞാൻ പറഞ്ഞുതരാം. ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. കാരണം എന്താ കാരണം? നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ ഇടയായി തീർന്നെന്ന്. ചട്ടം എന്താ? പൗലോസ് പറയുന്നുണ്ട് തിമോത്തിയോസിനോട്, ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓടേണ്ട ട്രാക്ക്, ഞാൻ യുദ്ധം ചെയ്യേണ്ട രീതി, ഞാൻ പ്രവർത്തിക്കേണ്ട ക്രമം, ഈ ക്രമത്തിൽ നിന്ന് നമ്മൾ വെളിയിൽ പോയാൽ ദൈവം നമ്മളെ പെർസിക്യൂഷനിലൂടെ, ഉപദ്രവത്തിലൂടെ, വേറൊരു വാക്ക് അഫ്ലിക്ഷൻസിലൂടെ, അനർത്ഥത്തിലൂടെ നമ്മളെ ക്രമത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയുകയാണ്, ഈ ദൈവം ഞങ്ങളെ ഇങ്ങനെ കൂടെ ഉപദ്രവിക്കുന്ന എൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ?
എന്താണെന്നറിയാമോ? പറഞ്ഞോ, ഉപദേശിമാർ ഇവിടെ ഒത്തിരി ഉണ്ടല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നിന്നും വെളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, എന്നിലൂടെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ആ ചട്ടത്തിന് വെളിയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നെ ആ ചട്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എനിക്ക് ഉപദ്രവം തരുന്നു. അതുകൊണ്ട് ദാവീദ് 34 സങ്കീർത്തനത്തിൽ പറയുകയാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. The afflictions of righteous are many. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് നൽകുന്ന ഓരോ കണ്ണുനീരിനും, ഓരോ കഷ്ടതയ്ക്കും, ഓരോ പ്രയാസത്തിനും, ഇനി എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ, പറയണ്ടെന്നേ, ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ മക്കളല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലെന്നാ പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസിയാണെങ്കിൽ, നമ്മൾ പലരും പറയാറുണ്ടല്ലോ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത്രയും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടും ദൈവം എന്നോട് എന്താ ഇടപെടാത്തെ, ദൈവം എന്നെ എന്താ ഉപദ്രവിക്കാത്തെ? കാരണം എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 12. നമ്മൾ മക്കളാണെങ്കിൽ, അതുകൊണ്ട് ദാവീദ് പറയുക, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ദൈവം നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ മറക്കരുത്, ദൈവം പറഞ്ഞിരിക്കുന്ന ക്രമമനുസരിച്ച്, ഇത് പുതിയ നിയമത്തിലെ വ്യവസ്ഥയാണ് ഞാൻ പറയുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്ന ക്രമമനുസരിച്ച് നമ്മൾ പോകുന്നില്ല എങ്കിൽ ദൈവത്തിന് ഈ വഴി മാത്രമല്ല വേറൊരു വഴിയൂടെ ഉണ്ട് എന്ന് ഞാനും നിങ്ങൾ മറക്കരുത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ സഭയിലൊക്കെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. കുഴപ്പം എൻ്റേതാണെന്നേ തിരിച്ചറി. നമ്മളത് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിച്ചേ. അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം യെരുശലേമിൽ അവിടുത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ, യഹൂദ്യയിൽ അവിടുത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ശമര്യയിൽ, ഇങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യണം. അവർ യാത്ര ചെയ്തില്ല. എന്താ യാത്ര ചെയ്യാഞ്ഞതിൻ്റെ കാരണമെന്നറിയാമോ? ഇവരെന്താ ചിതറിപ്പോവാഞ്ഞതിൻ്റെ കാരണമെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 1 കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാവരും വിറ്റുപിറക്കി ആരുടെ കാൽക്കൽ കൊണ്ടുവച്ചേക്കുക? സഭ നിറച്ച് സംഭവം ഇരിക്കുകയാണെന്നേ. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും ഡിസ്പെൻസ് ചെയ്ത് കൊടുക്കേണ്ട ജോലിയും സഭയുടെ കാര്യങ്ങളും ഇതെല്ലാം നോക്കി ആരിവിടെ ഇരിക്കുക? അകത്തിരിക്കുക. പുറത്തു പോകേണ്ടവൻ അകത്തിരിക്കുന്നു. പുറത്തു പോകേണ്ട വ്യക്തി, കർത്താവ് പുറത്തു പോയി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ആരെയൊക്കെ വിളിച്ചോ വേർതിരിച്ചോ അവരെന്ത് ചെയ്യുക? ഇന്നുള്ളിലിരിക്കുക. ദൈവം അവരെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിൽ പിന്നെയും ദൈവം പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാനങ്ങ് പറയുകയാണ്. പക്ഷെ ദൈവത്തിന് വേറൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു അവിടെ. വിശ്വാസികൾ ചിതറിപ്പോയി. അവർ ചിതറിപ്പോയെന്ന് മാത്രമല്ല, അവർ ഓർഡർ അനുസരിച്ച് ചിതറിപ്പോയി. പലപ്പോഴും ഇതുപോലെ അടി കിട്ടി കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. അതിന് മുമ്പേ തന്നെ നമ്മൾ അതിൻ്റെ ക്രമമനുസരിച്ച് ഒന്ന് പോകാൻ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാ പ്രിയമുള്ളവരെ. ഈ നിഗൂഢ സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കേ. അല്ലാതെ മഹദിയാം ബാബിലോണിൻ്റെ മർമ്മം അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നേ. എന്നെക്കുറിച്ചുള്ള മർമ്മം അറി. ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഞാനിന്നായിരിക്കുന്ന അവസ്ഥ, എൻ്റെ സഭയുടെ അവസ്ഥ ഞാനൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തിരുത്തേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് തിരുത്തി മുന്നോട്ട് പോക്കേ പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആഗ്രഹം സാധിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടം സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മടങ്ങി വരാം, 11-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്നേ. 11-ാം അധ്യായം 19-ാമത്തെ വാക്യം. ചിതറിപ്പോയവർ സുവിശേഷം അറിയിച്ചു. 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഈ വിശ്വാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി. ആദ്യം സുവിശേഷം ആരോട് പറയണം? യഹൂദനോട് പറയണം. പിന്നെ ആരോട് പറയണം? ഇതാരുടെ മാതൃകയാ? ഇതാരുടെ മാതൃകയാ? ഒന്ന്, കർത്താവിൻ്റെ മാതൃകയാ. കർത്താവ് ആദ്യം യഹൂദനോട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. യജമാനനെ, ആ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. കർത്താവ് തിരിഞ്ഞു ജാതികളിലേക്ക്. ആ ഓർഡർ കർത്താവിൽ നിന്ന് പഠിച്ചു. നമ്മളും പഠിക്കണം. കർത്താവ് നമ്മളെ എന്തിനാ ഉപദ്രവിക്കുന്നേ, എന്തിനാ അഫ്ലിക്ഷൻ തരുന്നത്? കർത്താവിനെ ഒന്ന് നോക്കാൻ, കർത്താവിൻ്റെ മാതൃകയൊന്ന് പിൻപറ്റുവാൻ, കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്ന് അടർത്തിയെടുക്കുവാൻ. 2,
അപ്പോസ്തലന്മാരുടെ മാതൃകയും അതുതന്നെയായിരുന്നു. ആദ്യം അവർ യഹൂദനോട് സുവിശേഷം പറയുന്നു, 2 യവനന്മാരോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയേ 21-ാമത്തെ വാക്യം, അതാണ് നമ്മളുടെ ഏറ്റവും കാതലായിട്ടുള്ള പോയിന്റ്. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ എന്തുവാ പ്രിയമുള്ളവരെ വേണ്ടേ? നമ്മൾ വിചാരിക്കും ഈ സഭയിൽ നിന്ന് വെളിയിൽ പോകുന്നവരുടെ കൂടെ കർത്താവിൻ്റെ കൈ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്നാലോചിച്ചേ, നമ്മളെപ്പോഴും ചിന്തിച്ചിരിക്കുന്ന അകത്തിരിക്കുന്നവരോട് കൂടെ എന്തുണ്ട്? കർത്താവിൻ്റെ കൈ ഉണ്ടെന്നാ. പക്ഷെ ഇവിടോ വെളിയിൽ പോയവരോട് കൂടെ കർത്താവിൻ്റെ കൈ ഉണ്ടെന്ന്. എൻ്റെ കർത്താവ് ആകെ പോയല്ല, ആകെ പ്രശ്നമല്ലേ ഇപ്പം? എന്താ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. അകത്തിരുന്നാലും പുറത്തിരുന്നാലും നീ കർത്താവിൻ്റെ ഉദ്ദേശമാണോ നിറവേറ്റുന്നത്? കർത്താവിൻ്റെ ലക്ഷ്യമാണോ നീ നിറവേറ്റുന്നത്? കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ഇത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നലെ നമ്മൾ വായിച്ചില്ലേ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ദാറ്റ് മീൻസ് ലോർഡ്സ് ഹാൻഡ് വാസ് വിത്ത് ദം. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്താ കാര്യം? വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. കർത്താവിൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയൊരു കൂട്ടം വിശ്വസിക്കും, യാതൊരു സംശയവുമില്ല. 22-ാമത്തെ വാക്യം. ഇനി വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തി. ഈ യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തി എത്തിയെന്ന് പറഞ്ഞാൽ ആരുടെ ചെവിയിലെത്തിയെന്ന്? അപ്പോസ്തലന്മാരുടെ ചെവിയിലെത്തി. അപ്പോസ്തലന്മാർ നോക്കിയപ്പോണ്ടാ, അല്ലെങ്കിൽ അവരുടെ ചെവിയിൽ ഒരു വാർത്ത വന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു. ഈ കാര്യം ഇപ്പം എവിടെ ഇല്ല? യെരുശലേമിലില്ല. ഇവിടെ വലിയൊരു കൂട്ടം വിശ്വസിക്കുന്നു, അവർ കർത്താവിനോട് ചേരുന്നു, സഭയുണ്ടാകുന്നു. എങ്ങനെ സംഭവിക്കുന്നു? ഈ കാര്യം അറിയാൻ അവിടുന്ന് ഒരാളെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ആരെ അയച്ചേ? ബർന്നവാസിനെ അന്ത്യോക്യോളം പറഞ്ഞയച്ചിട്ട് പറയുകയാണ്, അവിടെ എന്താ സംഭവിച്ചതെന്നൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കണ്ടു. എന്തോ കണ്ടേ? ഒന്ന് നോക്കിക്കേ, 23-ാമത്തെ വാക്യം. അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഈ പുള്ളി തിരിച്ചു പോകുന്നില്ല. കാരണം എന്താ? ദൈവകൃപ ഉള്ളിടത്തുനിന്ന് നമുക്ക് പോകാൻ പറ്റുമോന്നേ? ദൈവകൃപ ഉണ്ടായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയിലെ ദൈവദാസന്മാർക്ക് ദൈവകൃപയുണ്ടോ? ദൈവ മക്കൾക്ക് ദൈവകൃപയുണ്ടോ? മൂപ്പന്മാർക്ക് ദൈവകൃപയുണ്ടോ? നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചറിയണം. ദൈവകൃപ നഷ്ടപ്പെടും, മനസ്സിലാക്കണം. ദൈവകൃപ നഷ്ടപ്പെടും. ദൈവകൃപ എനിക്ക് വൃഥാവാക്കി കളയാനായിട്ട് പറ്റും. ദൈവകൃപ എനിക്ക് നഷ്ടപ്പെടാനായിട്ട് പറ്റും. ദൈവകൃപ ഇല്ലെങ്കിലും എനിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് തിരിച്ചറിയണേ നമ്മൾ. ഇവിടെ ബർന്നബാസ് അവൻ ചെന്നു ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇവിടെ. ദൈവത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇവിടെ ആളില്ല എന്നുള്ളതേ ഉള്ളൂ യെരുശലേമിലെ വിഷയം. യെരുശലേമിൽ നിന്ന് ലോകമൊക്കെയും അപ്പോസ്തലന്മാർ ചിതറിപ്പോയി കർത്താവിൻ്റെ വചനമറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത യെരുശലേം ഇതാ സ്ഥാനം മാറുന്ന നോക്കിക്കോണേ. സ്ഥാനം മാറുകയാണ്. ദൈവം സ്ഥലം മാറ്റുകയാണ്. ദൈവം ചെയ്യുന്ന കാര്യം നോക്കിക്കേ. ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് ഇന്ന് ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നില്ല? ഒരു കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നിലൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആഗ്രഹം ഞാനും നിങ്ങളും സാധിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ഞാനും നിങ്ങളും സാധിപ്പിക്കുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഞാനും നിങ്ങളും കൊടുക്കുന്നില്ല. ദൈവത്തെ മറന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നു. ദൈവം ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ദൈവം ഉദ്ദേശിക്കുന്ന വ്യക്തി അവിടെ ഉണ്ടായിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. എവിടെയാ കുഴപ്പം?
എൻ്റെ കുഴപ്പം എന്താണ്, നമ്മുടെ കുഴപ്പം എന്താണ്, നമ്മൾക്കത് തിരിച്ചറിയാനായിട്ട് നമുക്കിടയായി തീരണം. പ്രിയമുള്ളവരെ, അഭിഷിക്തരെ ആക്കുന്നതും അയോഗ്യരെ നീക്കുന്നതും ദൈവമാണ്. നമ്മൾ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എത്രയോ വർഷങ്ങൾ, പറ്റുമെങ്കിൽ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ 1 ദശാബ്ദത്തിലപ്പുറം ആ കസേരയിലൊന്ന് കയറാൻ ദാവീദ് എത്രയോ നാളുകൾ ഈ കാട്ടിൽ കഴിയേണ്ടതായിട്ട് വന്നു. എന്താ ദൈവം അത് ചെയ്യാഞ്ഞേ? ദാവീദിന് ചെയ്യാൻ പറ്റുമായിരുന്നോ? പറ്റും. എത്രയോ പ്രാവശ്യം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ദേ ശൗൽ ആ കുന്തം കൊണ്ട് ഇങ്ങനെ രേഖപ്പെടും, ഒരൊറ്റ കുത്തിയാൽ മതി, തീർന്നു. പക്ഷെ ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തന്റെ നേരെ ഞാൻ കൈ ഒണ്ണുകയില്ല, ഞാൻ കൈ നീട്ടുകയില്ല. ഒരു പ്രാവശ്യം ദാവീദിനൊരു അവസരം കിട്ടി. ശൗൽ ഉറങ്ങുകയാ. ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം ദാവീദൊന്ന് മുറിച്ചെടുത്തു. ആ മുറിച്ചപ്പോൾ മുതൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി എന്നാ വായിക്കുന്നേ. ഇന്ന് വസ്ത്രത്തിൻ്റെ അഗ്രമല്ല, ഹൃദയം പോലും കീറി മുറിച്ചിട്ടും നമ്മുടെ മനസാക്ഷിക്ക് ഇന്നും എന്തില്ല, ഒരു കുത്തലില്ല. നമ്മൾ പറയുന്നത് എന്താ? ശൗലിൻ്റെ വസ്ത്രാഗ്രമല്ലേ കുത്തിയത് ഞാൻ, അല്ലെങ്കിൽ മുറിച്ചെടുത്തത്. എൻ്റെ പ്രിയമുള്ളവരെ, ശൗൽ ആരോ ആയിക്കൊള്ളട്ടെ, അവനിൽ ദുരാത്മാവ് ഉണ്ടെങ്കിൽ പോലും ദാവീദ് പറയുന്നത് കേട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ? ഇനിയും എന്താ മനസാക്ഷി കുത്താനുള്ള കാരണമെന്നറിയാമോ? ആ ശൗൽ ഉണർന്നു കഴിയുമ്പോൾ, ഇങ്ങനെയാണ് അതിൻ്റെ കഥ ബാക്കി പോകുന്നത്. ശൗൽ ഉണർന്നു കഴിയുമ്പോൾ എനിക്ക് ദൂരെ നിന്ന് ഈ ശൗലിനെ എനിക്ക് കാണിക്കണം. ദേ കണ്ടോ നിന്റെ വസ്ത്രത്തിൻ്റെ അഗ്രം. ബാക്കി പറഞ്ഞേ, വേണമെങ്കിൽ എനിക്ക് നിന്നെ ഇന്ന് നമ്മൾ സഭയിൽ വീരവാദം മുഴക്കിയിട്ടിരിക്കുക. വേണമെങ്കിൽ എനിക്ക് നിന്നെ നിമിഷ നേരം കൊണ്ട്. പക്ഷെ എൻ്റെ ഔദാര്യം കൊണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ ആ മനസാക്ഷി നോയിക്കേ. അത് മുറിച്ചപ്പോൾ മുതൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി എന്നാണ് വായിക്കുന്നത്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവം, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ഗോഡ് വിൽ ബിക്കം സൈലന്റ്. ദൈവം ആ വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവം സൈലന്റ് ആകും. പ്രവർത്തിക്കട്ടെ, അവർക്ക് മുന്നോട്ട് പോകാം. ശൗൽ മുന്നോട്ട് പോകുന്നു, ദാവീദ് മുന്നോട്ട് പോകുന്നു. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് ദാവീദ്, നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വർഷങ്ങൾ എനിക്ക് നഷ്ടമായെന്ന് വിചാരിക്കും. അതൊരു നഷ്ടമല്ല. എന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഒരു സ്വല്പം പോലും ഞാനും നിങ്ങളും വേർതിരിയാനായിട്ട് പാടില്ല, മാറാനായിട്ട് പാടില്ല. എൻ്റെ കർത്താവിനോടുള്ള ഏകാഗ്രത മാത്രമായിരിക്കണം. എൻ്റെ കർത്താവിന് എന്നോടുള്ള ഇഷ്ടം, ദൈവസഭയോട് ദൈവം എന്താഗ്രഹിക്കുന്നോ അത് പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരണം. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ പുതിയൊരു സഭ ഉടലെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആ ദൈവസഭയുടെ ക്രമീകരണത്തിന് വേണ്ടി ആ ബർന്നബാസ് ചെയ്യുന്ന കാര്യം നോക്കിക്കേ. ബർന്നബാസിനെ കുറിച്ച് പറയുക, എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്ന് വന്നു. ബർന്നബാസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ ഭാവിച്ച പറഞ്ഞു, നമ്മളായിരുന്നെങ്കിലോ കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ഇതെൻ്റെ സഭയാ അല്ലേ, ഇതെൻ്റെ സഭ. ഇന്ന് ഇതേപോലെ നമ്മൾ കയറിയിരിക്കുന്ന കുറെ സഭകളുണ്ട് കേട്ടോ. ഉണ്ടെന്നേ, ഒരുപാടുണ്ടെന്നേ. എനിക്ക് ദൈവം തന്നതല്ലേ. നോക്കിയേ, ദൈവത്തിൻ്റെ ആ ക്രമീകരണം. ഈ ബർന്നബാസിനെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ആ ബർന്നബാസിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ബർന്നബാസ് ഔട്ട്. ബർന്നബാസ് അവിടെ പ്രവർത്തിച്ചു, അവിടെ ശുശ്രൂഷിച്ചു. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്നെ മാത്രം അല്ല. അടുത്ത വാക്ക് വായിച്ചോ നിങ്ങൾ. അവൻ ശൗലിനെ തെരവാൻ പോയി. അവൻ ശൗലിനെ തെരയാൻ പോയെന്ന്, ശൗലിനെ സെർച്ച് ചെയ്യാൻ പോയി, അന്വേഷിക്കാൻ പോയി. എന്തോ അതിൻ്റെ അർത്ഥം? ഇത്രേ ഉള്ളൂ, ശൗലിനെ കളഞ്ഞുപോയി. അവൻ മറഞ്ഞിരിക്കുകയാ, അവൻ ഒളിഞ്ഞിരിക്കുകയാ. ശൗൽ എങ്ങനെ തർസോസിലെത്തി?
ശൗലിപ്പോ തർസോസില. എങ്ങനെ തർസോസിലെത്തി ചിന്തിച്ചിട്ടുണ്ടോ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിൽ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് മാനസാന്തരപ്പെട്ടിട്ട് ദമസ്കോസിൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് പിന്നീട് അവൻ അറേബ്യയിലേക്ക് പോയി. ഏതാണ്ട് 2 വർഷങ്ങൾ, 3 ഏതാണ്ട് 2 വർഷങ്ങൾ അവിടെ അറേബ്യൻ മരുഭൂമിയിൽ ചെലവഴിച്ചതിന് ശേഷം പിന്നെയും ദമസ്കോസിലേക്ക് മടങ്ങി വന്ന് ടോട്ടൽ 3 വർഷം എടുത്തിട്ട് നേരെ യെരുശലേമിലേക്ക് വന്ന് ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. അവരോ അവനെ കൈക്കൊണ്ടില്ല. ഇവിടെ ഞങ്ങൾ ആവശ്യം പോലുണ്ടെന്നേ, ഇവിടെ ഇനിയും ഒരാളുടെ ആവശ്യം ഇല്ല. ദൈവം ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കാണാനുള്ള കണ്ണ് നിലവിലുണ്ടായിരുന്ന ആളുകൾക്കില്ല. ഉടനെ ദൈവം പ്രത്യക്ഷനായി. കർത്താവ് അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ് തൻ്റെ സാക്ഷ്യത്തിൽ, 3-ാമത്തെ സാക്ഷ്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളത് വായിക്കുന്നുണ്ട് 26. ശൗലേ, നീ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ആരും കേൾക്കാൻ പോകുന്നില്ല, പൊക്കോളാൻ പറഞ്ഞു. നീ പൊക്കോ, തർസോസിൽ പോയിരുന്നു, സമയമാവുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവന്നോളാം. ആ ഓർഡറിന് വ്യത്യാസം വരാൻ പാടില്ലല്ലോ. ആദ്യം എവിടെ പോകണം? യെരുശലേമിൽ. ഇന്ന് സുവിശേഷം അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബൈബിൾ സ്കൂളിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ആദ്യം പോകേണ്ടത് അമേരിക്കയില. ആദ്യം എടുക്കുന്നത് പാസ്പോർട്ടാണ്. എന്ന് വെച്ചാൽ വെളിയിൽ പോകണം, അല്ലെങ്കിൽ അവിടെ സാക്ഷിയാകത്തോ സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ സാക്ഷിയാവുന്നേ. സ്വന്തം വീട്ടിൽ എന്താ നമ്മളുടെ വീട്ടുകാർ കർത്താവിനെ അറിയാത്തെ? എന്താ നമ്മളുടെ പ്രിയപ്പെട്ടവർ കർത്താവിനെ അറിയാൻ മടിക്കുന്നത്? ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് മനസ്സില്ലായിരുന്നു. ഇന്നല്ല അന്ന്. ഇന്ന് കിടന്ന് കഷ്ടപ്പെടുക, ഇന്ന് ബുദ്ധിമുട്ടുക. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ 2 വാക്കിൽ. ഞാൻ വടക്കേ ഇന്ത്യയിൽ വെച്ചാണ് ദൈവകൃപയാൽ ഈ കർത്താവിലേക്ക് വരാൻ, അല്ലെങ്കിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നത്. ഞാനൊരു ക്രൈസ്തവ വിഭാഗത്തിലായിരുന്നെങ്കിലും യാക്കോബായ സമുദായത്തിലായിരുന്നു. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടുന്ന് നാട് വിട്ടുപോയ ഒരു മനുഷ്യനാണ്. ഒരു ഭിക്ഷക്കാരനെ പോലെ ഞാൻ ഇവിടുന്ന് ഓടിപ്പോയ ഒരു മനുഷ്യനാണ് വീട് വിട്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ വെച്ച് ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായി തീർന്നു, രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നു, സ്നാനപ്പെട്ടു. ഞാൻ അവിടെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. കർത്താവ് എന്നെ വിളിച്ചു എന്നെനിക്ക് ബോധ്യം വന്നപ്പോൾ, ദൈവവചനത്തിലൂടെ എന്നെ വിളിച്ചു എന്ന് ബോധ്യം വന്നപ്പോൾ, ഞാൻ ഈ നാട്ടിൽ നിന്നും പോന്നത് ഇനിമേൽ ഞാൻ ഈ കേരളത്തിലേക്കില്ല, എൻ്റെ വീട്ടിൽ ഞാൻ കാലുകുത്തത്തില്ലെന്നും പറഞ്ഞിറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ ദൈവവചനത്തിൻ്റെ ക്രമം ദൈവം എന്നെ പഠിപ്പിച്ചപ്പോൾ, നീ ആദ്യം സാക്ഷിയാകേണ്ടത് നിൻ്റെ വീട്ടിലാണെന്ന് എന്നെ പഠിപ്പിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പപ്പായും മമ്മിയും, എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും, എൻ്റെ പെങ്ങളും എൻ്റെ അളിയനും, അവരെല്ലാം കർത്താവിനെ അറിയാൻ ഇടയായി തീർന്നു. ക്രമം തെറ്റിക്കരുതേ പ്രിയമുള്ളവരെ. എവിടെയായിരുന്നാലും നമ്മുടെ ക്രമം തെറ്റിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല പ്രിയമുള്ളവരെ. ദൈവത്തിനൊരു പാറ്റേൺ ഉണ്ട്, ദൈവത്തിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. ബർന്നബാസ് ഒരിക്കലും ചിന്തിച്ചില്ല ഈ സഭ എൻ്റെയാണ്, ഈ സഭ എൻ്റേത് മാത്രമാണ്, ഞാൻ മാത്രം മതി ഇവിടെ, ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം. അല്ല, ബർന്നബാസ് നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. ബർന്നബാസിനെ കുറിച്ച് വായിക്കുന്ന എന്താ? അവൻ നല്ല മനുഷ്യനും, രണ്ടാമത്തെ എന്താ? പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെന്ന്. ഇന്ന് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട മനുഷ്യർ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന മനുഷ്യർ ദൈവസഭയിലുണ്ടായിരിക്കണം. ദൈവസഭ ശരിയായിട്ട് പോകണമെങ്കിൽ ശൗലിനെ തെരവാൻ തർസോസിൽ പോയി. തർസോസിൽ ചെന്ന് ശൗലിനെ മടക്കി അന്ത്യോക്യയിൽ കൊണ്ടുവന്നു. 1 സംവത്സരത്തോളം അവർ ദൈവവചനം അവരെ പഠിപ്പിച്ചു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് എന്ത് പേര് കിട്ടി? ക്രിസ്ത്യാനികൾ എന്ന പേര് കിട്ടി. ഇനി തുടർന്ന് 1, 2, 3 മിഷനറി യാത്രകൾ ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം യെരുശലേമിന് പകരം ആരെ തെരഞ്ഞെടുത്തു? അന്ത്യോക്യയെ തെരഞ്ഞെടുത്തു. മനസ്സിലായി ഞാൻ പറഞ്ഞ സ്ഥാനം മാറുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ല? ദൈവം എന്തുകൊണ്ട് എൻ്റെ സഭയെ ഉപയോഗിക്കുന്നില്ല? ദൈവം എന്തുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നില്ല? പണ്ടത്തെ കൃപ എനിക്കെന്തുകൊണ്ട് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവജനം മാനസാന്തരപ്പെടുന്നില്ല?
ഞാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തുന്നില്ല. എന്താണ് അതിന്റെ സത്യം? ആ നിഗൂഢ സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ അബോർഡ്, ദൈവത്തിൻ്റെ നിവാസം, ദൈവത്തിൻ്റെ കൈ നമ്മളോടൊപ്പമുണ്ടായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും വിഘാതം നിൽക്കുവാനായിട്ട് പാടില്ല, ഒരിക്കലും തടസ്സം നിൽക്കുവാനായിട്ട് പാടില്ല. ബൈബിളിൽ അനേക കൂടിവരവുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏതാണ്ട് പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ 7 കൂടിവരവുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 7 കൂടിവരവുകൾ. ആ 7 കൂടിവരവുകളിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോട്ട് ഗ്യാദർ ടുഗദർ ബട്ട് ഗ്യാതേർഡ് ടുഗദർ. ദൈവം അവർ കൂടി വന്നു എന്നല്ല, ദൈവം അവരെ കൂട്ടിവരുത്തി എന്നാണ് വായിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ കൂട്ടിവരുത്തുന്നു. ദൈവാത്മാവിനാൽ നടത്തുന്ന ദൈവം തൻ്റെ സൽപ്രവൃത്തികളാൽ സൃഷ്ടിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം കൂട്ടിവരുത്തുകയാണ്, നമ്മൾ കൂടി വരികയല്ല. നോക്കൂ, വേണമെങ്കിൽ ആ വാക്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് മുന്നോട്ട് പൊക്കിക്കൊള്ളുക. അപ്പോസ്തലപ്രവൃത്തി 11:26, എബ്രായ ലേഖനം 10:24. അവിടെ നിങ്ങൾ കൂടി വരുന്നതിനോടുള്ള ബന്ധത്തിൽ 2 വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7 കൂടിവരവുകളുണ്ട്. ഒന്ന്, അവർ അപ്പം നുറുക്കാൻ കൂടി വന്നു. അപ്പോസ്തലപ്രവൃത്തി 20:7. ദൈവം അവരെ കൂട്ടിവരുത്തി, ഗ്യാതേർഡ് ടുഗദർ. അപ്പോസ്തലപ്രവൃത്തി 4:31, പ്രയർ മീറ്റിംഗ്, പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവം അവരെ കൂട്ടിവരുത്തി, 4:31. 3, 11:26, അവർ ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി അവർ കൂടി വന്നു, ദൈവം അവരെ കൂട്ടിവരുത്തി. 2:42, ഫെലോഷിപ്പ് മീറ്റിംഗ്, അവർ കൂട്ടായ്മ ആചരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൂട്ടായ്മ യോഗം, അത് കോട്ടേജ് മീറ്റിങ്ങോ വാട്ടെവർ ഇറ്റ് ഈസ്, ആ ഒരു കൂട്ടായ്മ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവർ കൂട്ടായ്മ ആചരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 15:30, മെഡിറ്റേഷൻ മീറ്റിംഗ്, അതായത് ധ്യാനയോഗം. ഇന്നത്തെ പോലെ ധ്യാനയോഗം അതല്ല. അന്ന് അവരുടെ ആരുടെയും കൈകളിൽ ഈ ബൈബിൾ, പ്രത്യേകിച്ച് ഈ പുതിയ നിയമത്തിൻ്റെ പ്രതികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവർ ചെയ്യുന്നത്, പ്രവാചകന്മാർ നേരിട്ട് അവരോട് പറയുകയും അവർ എഴുതിയിരുന്ന ആ ചുരുളുകളൊക്കെ, ഓരോ ലേഖനങ്ങൾ ഓരോ സഭകളിൽ വായിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറയുന്നത്, ഞാൻ വരുവോളം വായന പ്രബോധനം. അപ്പോൾ ഈ വായന എന്ന് പറയുന്നത് തന്നെ വലിയൊരു ശുശ്രൂഷയായിരുന്നു, ദൈവജനത്തിൻ്റെ മുമ്പാകെ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ പ്രവചനം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും, ഇത് കേൾക്കുന്നവന്. അപ്പോൾ കേൾപ്പിക്കുക അതൊരു ശുശ്രൂഷയായിട്ട് അന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, 15:6, ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തിയാണ്. 15:6, എൽഡേഴ്സ് മീറ്റിംഗ്, മൂപ്പന്മാരുടെ മീറ്റിംഗ്, എൽഡേഴ്സ് മീറ്റിംഗ്. അതിന്ന് നമ്മുടെ സഭകളിലൊക്കെ കമ്മിറ്റി മീറ്റിങ്ങും ബിസിനസ് മീറ്റിങ്ങുമായി മാറി. ഇന്ന് എൽഡേഴ്സ് മീറ്റിംഗ് ഉണ്ടോ നിങ്ങളുടെ സഭയിൽ? പറയണ്ട, കയ്യും പൊക്കണ്ട. എൽഡേഴ്സ് മീറ്റിംഗ് ഇന്ന് ബിസിനസ് മീറ്റിംഗ് ആയി, കമ്മിറ്റി മീറ്റിംഗ് ആയി. ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കമ്മിറ്റിയാണ്. ഇന്ന് ജനാധിപത്യം, ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, ഇന്ന് ദൈവാധിപത്യം ദൈവസഭയിൽ വളരെ ചുരുക്കമാണെന്ന് കാണാൻ. ജനങ്ങളാണ് ഭരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും സ്വേച്ഛാധിപത്യം, ഒരാളുടെ ഇഷ്ടം മാത്രം നടക്കുക എന്നുള്ളത്. എന്തോ ആട്ടെ, ജനാധിപത്യമോ സ്വേച്ഛാധിപത്യമോ ഏകാധിപത്യമോ എന്തോ ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ കൈ കൂടെ ഉണ്ടോ? കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട് നമ്മളോട്. ദൈവം അത് ചെയ്യും, യാതൊരു സംശയവുമില്ല. 7-ാമത്തെ മീറ്റിംഗ് 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ്. ടെസ്റ്റിമണി മീറ്റിംഗ്, സാക്ഷിയോഗം, ഇങ്ങനെയുള്ള പല മീറ്റിങ്ങുകളെ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി വളരെ വേഗം നമുക്ക് മുന്നോട്ട് പോകാം. ഈ കൂടിവരവുകളുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7 കാര്യങ്ങളുണ്ട്. അതായത് കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം ഉള്ളതുപോലെ തന്നെ ഈ മണവാട്ടി
അതായത് ദൈവത്തിൻ്റെ സഭ, വിശ്വാസികൾ തമ്മിലുള്ള ഏറ്റവും കോറായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ചില വാക്കുകൾ ബൈബിളിലുണ്ട്. അത് ഞാനിന്ന് എടുത്ത് കാണിക്കാം. ഏതാണ്ട് 7 വാക്കുകളാണ്. പെട്ടെന്ന് അതൊന്ന് നോട്ട് ചെയ്തുകൊള്ളുക. ഒന്നാമത്തേത് നമ്മൾ ചിന്തിച്ചു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നത് ഗ്യാതേർഡ് ടുഗദർ, കൂട്ടിവരുത്തുക. ദൈവം 2 കാര്യങ്ങളെയാണ് കൂട്ടിവരുത്തുന്നത്. ഒന്ന്, തൻ്റെ വചനത്തെ ദൈവം കൂട്ടിവരുത്തുന്നു. യെശയ്യാപ്രവചനത്തിൽ അങ്ങനെ വായിക്കുന്നത്. ദൈവം വചനം കൂട്ടിവരുത്തുന്നു, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല, കൂട്ടിവരുത്തുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നമ്മൾ കാണാതെ പഠിക്കുന്ന വാക്യങ്ങളല്ല പ്രിയമുള്ളവരെ ഈ വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിച്ചേർക്കുന്നതാണ്. നമ്മൾ ചില പോയിന്റും ചില കാര്യങ്ങൾ മാത്രമാണ് എഴുതുന്നത്. വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളത് അനുഭവിക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുക, എഫേസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, ഞാൻ സുവിശേഷത്തിൻ്റെ മർമ്മം അറിയിക്കുവാൻ എൻ്റെ വായെ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന്. ആ വാക്ക് നോക്കിക്കേ, എൻ്റെ വായെ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. പൗലോസിന് വചനത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? തന്നെ പോലെ പഠിച്ച എത്രയോ നല്ലൊരു സ്കോളർ, ന്യായപ്രമാണത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൻ, രാജാവ് വിളിച്ചു പറഞ്ഞു, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. എന്ത് വിദ്യ? ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുക. ആ പൗലോസ് പറയുക എഫേസോസിലെ വിശ്വാസികളോട്, ഞാൻ വായെ തുറക്കുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് നന്നായിട്ട് പറയാനല്ല, നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ആ 10 പോയിന്റും പറയാനല്ല, മറിച്ച് എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന ജനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള വചനം എൻ്റെ വായിലൂടെ നൽകപ്പെടേണ്ടതിന് വേണ്ടി. അതിന് പറയുന്ന പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദൈവവുമായിട്ട് നമ്മൾ ട്യൂൺഡ് ആയിരിക്കണം ദൈവത്തിൻ്റെ ദാസന്മാർ. നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ ബേസിസിൽ അല്ല നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്. നമ്മൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലുള്ള ട്രെയിനിങ് അല്ല ദൈവസഭയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. മോശ 40 വർഷം മിസ്രയീമിലെ സകല ജ്ഞാനവും ടെക്നോളജിയും എല്ലാ സിവിൽ എഞ്ചിനീയറിങ്ങും പഠിച്ച് മിടുക്കനായി ഇറങ്ങി വന്ന മോശയോട് പറയുകയാണ്, ഞാൻ കാണിക്കുന്നത് പോലെ, ഞാൻ കൽപ്പിച്ചതുപോലെ നിനക്ക് ചെയ്യാമെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിരമിഡ് ഉണ്ടാക്കേണ്ട ടെക്നോളജി ആർക്കറിയാം? മോശയ്ക്കറിയാം. പിരമിഡ് ഇന്നുണ്ട് ഇല്ലേ? 7 അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് നിലനിൽക്കുക. ഈ പിരമിഡ് അല്ലെങ്കിൽ ഈ മണലാരണ്യത്തിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പിരമിഡ്, ദൈവം പറഞ്ഞു, നീ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ നീ ഒരു പാത്രം, ഒരു ചുവട്, ഒരു പാത്രം എടുത്തിട്ട് മണലിൽ നിർത്തിയിട്ട് അതിൽ കമ്പ് നാട്ടിയിട്ട് നീ വലിച്ചു കെട്ടണം. എന്നെങ്കിലും സമാഗമന കൂടാരം പറന്നുപോയെന്ന് വായിക്കുന്നുണ്ടോ? പക്ഷെ നമ്മുടെയൊക്കെ പല പ്രവൃത്തികളും പറന്നു പോകാനുള്ള കാരണം എന്താ? നമ്മുടെയൊക്കെ പല ചെയ്തികളും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാനുള്ള കാരണം എൻ്റെ ബുദ്ധിയിലൂടെ 40 കൊല്ലം കൊണ്ട് ഞാൻ അഭ്യസിച്ച എൻ്റെ ബുദ്ധിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാ. വേണ്ട പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കാര്യം ദൈവം നോക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ പാറ്റേൺ അനുസരിച്ച്, ഞാൻ പറയുന്നതനുസരിച്ച്, എൻ്റെ ആഗ്രഹമനുസരിച്ച് നീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിലനിൽക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ഒറ്റ കാര്യം, നീ 40 പടി കയറിയെങ്കിൽ നിന്നെ 40 പടി താഴെ കൊണ്ടെത്തിക്കണം. സ്തേഫാനോസ് മോശയെക്കുറിച്ച് പ്രസംഗിച്ച് എന്തുവാണെന്നറിയാമോ? അവൻ സാമർഥ്യമുള്ളവനായിരുന്നു, വാഗ്വൈഭവം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹി വാസ് സോ എലക്വന്റ് ഇൻ പ്രീച്ചിങ്. നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചാനെക്കാട്ടിലും ഹി വാസ് സോ എലക്വന്റ് ഇൻ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ, നാക്ക് അതിനനുസരിച്ച് വളയ്ക്കുവാൻ കഴിവുള്ള ഒരു മോശ 40 പടി മേളിൽ കയറിയപ്പോൾ സ്തേഫാനോസിന്റെ വാക്കതാ. 40 പടി താഴെ ഇറങ്ങിയപ്പോൾ
മോശ പറയുക, ഞാൻ വിക്കനും. ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ ട്രെയിനിങ്. ഇതാണ് ദൈവത്തിൻ്റെ ട്രെയിനിങ്. നിന്റെ കഴിവും നിന്റെ മിടുക്കും നിന്റെ സാമർഥ്യവും നിന്റെ ധനവും എല്ലാം തകർത്ത് താഴെ കൊണ്ടുവന്നിട്ട് ദൈവം എന്നെ ഉപയോഗിക്കും. ഇതാണ് ദൈവത്തിൻ്റെ മിടുക്ക്. ഇതാണ് ദൈവത്തിൻ്റെ നിഗൂഢ സത്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ വിചാരിക്കും, നാക്കില്ലാത്ത ഞാൻ എങ്ങനെ പ്രസംഗിക്കും, കഴിവില്ലാത്ത ഞാൻ എങ്ങനെ ഓടും, നടക്കുവാൻ പ്രാപ്തിയില്ലാത്ത ബലഹീനമായ കാലുകൾ കൊണ്ട് ഞാൻ എങ്ങനെ നടക്കും. ലോകം നമ്മളെ വിധി എഴുതിയേക്കാം, നിനക്ക് കഴിവില്ലെന്ന്. പക്ഷെ ദൈവം പറയുന്നു, നിന്നെ തകർത്തുപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിനോട് ചോദിക്കാം, യാക്കോബേ, നീ എന്നാ മുടന്താൻ തുടങ്ങിയത്? നിന്നെ ഞാനൊന്ന് തൊട്ടപ്പോൾ, നിന്റെ തുടയുടെ തടത്തിൽ ഞാനൊന്ന് തൊട്ടപ്പോൾ അന്നു മുതൽ നീ മുടന്തി നടക്കാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പ് എന്തോ നേട്ടങ്ങളാ. 7 വർഷം ഒന്നിനു വേണ്ടി, അടുത്ത 7 വർഷം അടുത്തതിന് വേണ്ടി, അടുത്ത 7 വർഷം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, ഓട്ടത്തോടോട്ടം. പക്ഷെ ഓട്ടം നിന്നു, ദൈവം തൊട്ടു. ചോദിക്കാം, യാക്കോബേ, ഇതിനു മുമ്പായിരുന്നോ ജീവിതം നല്ലത്, അതിന് ശേഷമാണോ? പറയും, ഞാൻ എന്ന് മുടന്താൻ തുടങ്ങിയോ, സ്തോത്രം, ഞാൻ എന്ന് മുടന്താൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ദൈവത്തിൻ്റെ പ്രഭുവായിട്ട് മാറി. അന്ന് മുതൽ ദൈവത്തിൻ്റെ പ്രഭുവായിട്ട് മാറി. പൗലോസ് ആരായിരുന്നു പ്രിയമുള്ളവരെ? പൗലോസ് ആരാ? അങ്ങോട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്തു പോവുകയാ. താൻ മടങ്ങി ദമസ്കോസിൽ എങ്ങനെ ഇങ്ങോട്ട് വന്നേന്നറിയാമോ? തന്നെ ഒരു ബാസ്ക്കറ്റിനകത്ത് കെട്ടിയിറക്കി. ഒരു ബാസ്ക്കറ്റിനുള്ളിൽ, ഒരു കൊട്ടയ്ക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ താൻ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. എന്നെ കഴിഞ്ഞ് ആരുമില്ലെന്നും പറഞ്ഞാൽ നമ്മളിരിക്കുന്നേ. ഞാനാണ് ഏറ്റവും വലിയവനെന്നും പറഞ്ഞിരിക്കുകയാണ്. ദൈവം നമ്മളെ ഉപയോഗിക്കണോ? എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങ് താഴേക്ക് വരിക. ദൈവം നമ്മളെ ഉപയോഗിക്കും പ്രിയമുള്ളവരെ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവം എന്നിലൂടെ കാര്യങ്ങൾ ചെയ്യട്ടെ, ഞാൻ ദൈവത്തെ ഉപയോഗിക്കുകയല്ല, ദൈവം എന്നെ ഉപയോഗിക്കട്ടെ പ്രിയമുള്ളവരെ. രണ്ടാമത്തെ കാര്യം, എഫേസ്യ ലേഖനം 2:21. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കണമല്ലോ. എഫേസ്യ ലേഖനം 2:21 അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ വളരെ എളുപ്പമാണ്, ഫ്രെയിംഡ് ടുഗദർ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം ആ വാക്യം വേണേ ഒന്ന് നോക്കിയോ മോനെ, പെട്ടെന്നൊന്ന് വായിച്ചു പോക്കോ, ആ വാക്ക് മാത്രം മതി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഫ്രെയിംഡ്, കിട്ടിയവർ പറഞ്ഞോളൂ. യുക്തമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭയിൽ, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ 2 മൂപ്പന്മാരുണ്ടെങ്കിൽ യുക്തമായിട്ടാണോ ചേർന്നിരിക്കുന്നേ? 2 സുവിശേഷന്മാരുണ്ടെങ്കിൽ വിശ്വാസികൾ തമ്മിൽ ഫ്രെയിംഡ് ടുഗദർ ആണോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പോയി പരിഹാരം ഉണ്ടാക്കിക്കോ. ഫ്രെയിംഡ് ടുഗദർ. ദൈവമക്കൾ തമ്മിൽ മണവാളം വസിക്കണോ? ഫ്രെയിംഡ് ടുഗദർ ആയിരിക്കണം. 22-ാമത്തെ വാക്യം കൂടെ നോക്കിയാൽ പിന്നെ 22 അവിടെ വായിക്കുന്നത് ബിൽഡഡ് ടുഗദർ എന്ന. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഒന്നിച്ച് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. അപ്പോൾ ഒക്കുകയും ഒരുമിക്കുകയും ചെയ്യണം. നമ്മൾ ഒത്താൽ ഒരുമിക്കത്തില്ല, ഒരുമിച്ചാൽ ഒക്കത്തില്ല. എം.വി. ചെറിയൻ സാറ് പാടിയിട്ടുണ്ട്, ഭിന്നത വെടിയാം ഒന്നാകാം. പക്ഷെ നമ്മൾ പാടുന്നത് ഭിന്നത വെടിയാതൊന്നാകാമെന്നാ. കേട്ട് കഴിഞ്ഞ് അങ്ങനെ ആയി പോവുകയാണ്. ഇന്ന് നമ്മുടെ സഭയിലെല്ലാം നടക്കും. ഭിന്നത വെടിയാതെ എങ്ങനെ ഒന്നാകാമെന്നും എങ്ങനെ അപ്പം മുറിക്കാമെന്നും എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നും നമ്മൾ നന്നായിട്ട് പഠിച്ചു. കപടഭക്തിക്കാരേക്കാൾ നമ്മൾ ശ്രേഷ്ഠരായി മാറിക്കഴിഞ്ഞു പ്രിയമുള്ളവരെ. ദൈവത്തെ മറന്നു, ദൈവത്തെ വേണ്ട. എൻ്റെ അല്ലെങ്കിൽ നിവാസമാകേണ്ടതിന് ഞാൻ നിങ്ങളോടുകൂടെ വസിക്കണമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത വാക്യം നോക്കിയാൽ കൊലോസ്യ ലേഖനം 2:2. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2:2 നിറ്റ് ടുഗദർ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം
സ്നേഹത്തിൽ ഏകീഭവിച്ച് സ്നേഹത്തിൽ ഏകീഭവിച്ച്. ഏകീഭവിക്കുക എന്നുള്ളതിന് KNIT, നിറ്റ് ടുഗദർ. അതായത് ഒരു തുണി, തോർത്ത് അല്ലെങ്കിൽ ടവൽ, അത് രണ്ട് നൂലുകൾ ഊടും പാവും, അറിയാമല്ലോ, ഒന്ന് നേരെ ഉള്ളതും ഒന്ന് ക്രോസ്, ഊടും പാവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നതിനാണ് ഈ നിറ്റ് ടുഗദർ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനാണോ? 2 എൽഡേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ പാലിക്ക പോലെ പിരിഞ്ഞിരിക്കൂ, ഒരു കാരണവശാലും യോജിക്കത്തില്ല സുവിശേഷകന്മാർ തമ്മിൽ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഒരു ലോക്കൽ ചർച്ച് മാത്രം യോജിച്ചിരുന്നാൽ പോരാന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഈ ഏഷ്യ മൈനറിലെ ഈ 7 സഭകൾ, അടുത്തടുത്തുള്ള 7 സഭകളെ ദൈവം തിരഞ്ഞെടുത്തു? ചോദ്യം ചോദിക്കണം ബൈബിളിനോട്, മനസ്സിലാവും. എന്താ തെസലോനിക്ക സഭയും യെരുശലേം സഭയും അന്ത്യോക്യ സഭയും ഈ ഗലാത്യ സഭയും എന്താ തിരഞ്ഞെടുക്കാഞ്ഞേ? ഈ ഇട്ടാവട്ടത്തിലുള്ള, കൊട്ടാരക്കരയിലാണല്ലോ ഇട്ടാവട്ടത്തിൽ സഭകളുടെ പരിധിയാണല്ലോ, എന്തിനാ ഈ ഇട്ടാവട്ടത്തിലുള്ള 7 സഭകളെ തിരഞ്ഞെടുത്തേ? നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കർത്താവ് സഭയുടെ നടുവിൽ നടക്കാൻ താല്പര്യപ്പെടുന്നെന്ന്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ സഭകളുടെ നടുവിൽ നടക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. അതിന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? സഭ തമ്മിലല്ല, സഭകൾ തമ്മിൽ നിറ്റുകതറായിരിക്കണം, ഐക്യമത്യപ്പെടണം, ഏകഭാവമുള്ളവരായിരിക്കണം. അപ്പുറത്തെ സഭയിലെ ഒരാളെ കണ്ടാൽ നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ടേ പോകത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഈ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടും ഒക്കെ അതെല്ലാം ഞാനങ്ങ് വിടുകയാണ്. എൻ്റെ പ്രിയമുള്ളവർ, നമ്മുടെ കുറവുകളൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചേ പ്രിയമുള്ളവരെ. നമ്മൾ മണവാട്ടിയല്ലേ, നമ്മൾ കർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാനുള്ളതല്ലേ. എന്നാലോചിച്ച് നോക്കിയേ, ഒരു മണവാട്ടിയെക്കുറിച്ച് മണവാളൻ ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ ഹിതപ്രകാരം. നമ്മളെപ്പോഴും കർത്താവിനോട് പറയും, ലെറ്റ് ദൈ വിൽ ബി ഡൺ. നിന്റെ ഇഷ്ടം നടക്കട്ടെ. എന്താ എൻ്റെ ഇഷ്ടം കർത്താവിനോടുള്ള ബന്ധത്തിൽ? അത് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം എന്നോടുള്ള ബന്ധത്തിൽ? എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നോക്കി, അടുത്ത വാക്കുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വായിച്ചോ. 1 കൊരിന്ത്യർ 1:10. അവിടെ വായിക്കുന്നേ പെർഫെക്റ്റ്ലി ജോയിൻഡ് ടുഗദർ എന്നാ വായിക്കുന്നേ. പെർഫെക്റ്റ്ലി ജോയിൻഡ് ടുഗദർ. 1 കൊരിന്ത്യർ 1:10, പെർഫെക്റ്റ്ലി ജോയിൻഡ് ടുഗദർ. ഭിന്നത ഭാവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കണം. നോക്കിയേ, പെർഫെക്റ്റ്ലി ജോയിൻഡ് ടുഗദർ. ഫിലിപ്പ് ലേഖനം 1:27, സ്ട്രൈവിംഗ് ടുഗദർ. എത്രമാത്രം ദൈവ മക്കൾ തമ്മിൽ യോജിച്ചിരിക്കണം. ഫിലിപ്പ് ലേഖനം 1:27, ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് പോരാടണം. ഏക മനസ്സോടെ. നമ്മൾ മൈക്കും വെച്ച് കെട്ടി തെക്കോട്ട് പോകുമ്പോൾ അടുത്തത് മൈക്കും വെച്ച് കെട്ടി ഇങ്ങോട്ട് പോകുന്നു, ഇല്ലേ? ഒരു സഭയിൽ തന്നെ എത്രയോ ഗ്രൂപ്പുകൾ, എത്രയോ പ്രശ്നം. എൻ്റെ പ്രിയമുള്ളവർ, എന്തിനാണ്? YMEF മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്തല്ല, മറ്റുള്ളവരുടെ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ YMEF പോകത്തില്ല, SPS വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നടക്കുകയാണ്. എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ആരാണ് ഇമ്പോർട്ടൻ്റ്? എന്താ കർത്താവിൻ്റെ സ്ഥാനം എവിടെ? ഇനിയും ഇതിലൊക്കെ രസം 1 തെസ്സലോനിക്കർ 4:17 നമുക്കറിയാം, നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ നോക്കിയിരിക്കുക, അല്ലേ? ഒരുമിച്ച് എതിരേൽപ്പാൻ നോക്കിയിരിക്കുക. മേഘങ്ങൾ എടുക്കപ്പെടുമെന്നൊക്കെ അറിയാം. കോട്ടപ്പ് ടുഗദർ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊടുത്തോട്ടെ, 2-3 മിനിറ്റ് കൂടെ പറ്റത്തില്ല, എന്നാലും എടുക്കാൻ കുഴപ്പമില്ല. ഓക്കെ. ദൈവകൃപ ഉണ്ടായിരുന്നവരെക്കാൾ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം, ദൈവകൃപ ഉണ്ടായിരുന്നവരെക്കാൾ ദൈവകൃപ ഉള്ളവരിലൂടെ ദൈവം തൻ്റെ കാര്യങ്ങൾ ഇന്ന് നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു. കുറിച്ചിട്ടോ, ദൈവകൃപ ഉണ്ടായിരുന്നവരെ അല്ല ദൈവത്തിന് ഇന്ന് ആവശ്യം, ദൈവകൃപ ഉള്ളവരെയാണ്. നമ്മളൊക്കെ പറയും, എനിക്ക് ദൈവകൃപയുണ്ടായിരുന്നു, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പണ്ട് ചെയ്തു. ചോദ്യം ഇതാ, ഇന്ന് ദൈവകൃപയുണ്ടോ? ഡു യു ഹാവ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ടുഡേ ഫോർ ഹിസ് വർക്ക്? തൻ്റെ ശുശ്രൂഷകൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ കൃപയുണ്ടോ?
ഇനിയും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വേറൊരു പദപ്രയോഗം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവൻ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു അല്ല, വ്യാപരിപ്പിക്കുന്നു. വർക്കത്ത് ടുഗദർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം കാര്യങ്ങൾ വ്യാപരിപ്പിക്കണമെങ്കിൽ ദൈവം സ്നേഹിച്ചവരിലൂടെ അല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെയാ. ഒന്ന് ആലോചിച്ചേ, എത്രയോ ശ്രേഷ്ഠമാ ദൈവത്തിൻ്റെ ആ സത്യങ്ങളെന്ന് നോക്കിക്കേ. ഇനിയും ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്ന സഭയേക്കാൾ സഭയെ ആഗ്രഹിക്കുന്ന ക്രിസ്തുവാണെന്ന് മനസ്സിലായോ? നമ്മളൊക്കെ ക്രിസ്തുവിനെ ഇങ്ങോട്ട് ആഗ്രഹിക്കുകയാ. കർത്താവ് നമ്മളുടെ നടുവിൽ വേണം, കർത്താവ് ഇവിടെ ഉണ്ടായിരിക്കണം. പക്ഷെ കർത്താവ് നോക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്ന ചില സഭകളുണ്ടെന്നേ. അങ്ങനെ ഒരു സഭയായിരിക്കട്ടെ നമ്മുടെ സഭ. കർത്താവിൻ്റെ ആ തേജസ് മാറാൻ വേണ്ടി പഴയ നിയമത്തിൽ ദൈവജനം ചെയ്ത 3 പാപങ്ങൾ പെട്ടകത്തോടുള്ള ബന്ധത്തിൽ: ഒന്ന്, വലിപ്പം കൂട്ടി, സ്ഥാനം മാറ്റി, എണ്ണം കൂട്ടി. പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ? പെട്ടകത്തിൻ്റെ വലിപ്പം കൂട്ടിയപ്പം വിചാരിച്ചു ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഷക്കീന ഒരുപാടുണ്ടായിരിക്കുമെന്ന്. വലിപ്പം കൂട്ടരുത്. വലിപ്പം കൂട്ടുന്നതിലല്ല ഇവിടുത്തെ വിഷയം. 2, സ്ഥാനം മാറ്റി. ഒരു കൂട്ടർ പറഞ്ഞു, ഇപ്പുറത്ത് ഒരു യാഗപീഠം കൂടെ പണിഞ്ഞ് നിങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് ആരാധിച്ചോ, ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് ആരാധിക്കാം. ഇന്നും പറയുന്ന അങ്ങനല്ലേ? ഒരു കാരണവശാലും യോജിക്കാൻ തയ്യാറില്ല. നിങ്ങൾ അവിടെ മുറിച്ചോ, ഞങ്ങൾ ഇവിടെ മുറിച്ചോളാം. എൻ്റെ പ്രിയമുള്ളവരെ, നടക്കുകയല്ല. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. വലിപ്പം കൂട്ടിയിട്ടോ, സ്ഥാനം മാറ്റിയിട്ടോ, എണ്ണം കൂട്ടിയിട്ടോ കാര്യമില്ല. കർത്താവിൻ്റെ ദാസന്മാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സഭയിലെ വിശ്വാസികളെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ്. ഡു വി ആർ ട്രൈയിങ് ടു മേക്ക് ദം ഹാപ്പി ആർ ഹോളി? അവരെ നമ്മൾ സന്തോഷിപ്പിക്കാനാണോ ശുശ്രൂഷ ചെയ്യുന്നേ? അവരെ വിശുദ്ധരാക്കാൻ വേണ്ടിയാണോ ശുശ്രൂഷ ചെയ്യുന്നേ? എനിക്ക് നിങ്ങളെ പ്രസാദിപ്പിച്ച് എനിക്ക് ശുശ്രൂഷ ചെയ്യാം, എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ച് ശുശ്രൂഷ ചെയ്യാം. ദൈവം ആഗ്രഹിക്കുന്ന തൻ്റെ ദാസന്മാരെ കുറിച്ച് ജനത്തെ പ്രീതിപ്പെടുത്തുകയല്ല, ജനത്തെ സന്തോഷിപ്പിക്കുകയല്ല, ജനത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ഇന്ന് കർത്താവിനെ സ്നേഹിക്കുന്നവരുമുണ്ട്, കർത്താവിൻ്റെ വരവിനെ സ്നേഹിക്കുന്നവരുമുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവരിലൂടെ അല്ല ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്, കർത്താവിൻ്റെ വരവിനെ സ്നേഹിക്കുന്നവരിലൂടെയാണ്. പൗലോസ് അതാ പറയുന്നത്. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ, those who love his appearing, കർത്താവിൻ്റെ വരവിനെ സ്നേഹിക്കുക. ആ പ്രത്യാശയുടെ പേരാണ് ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. എന്താ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവ് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും, സംശയമൊന്നുമില്ല. ഒരു ചോദ്യം, ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് വരണമെന്ന് ആരൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്? ഞാൻ ജീവനോടിരിക്കുമ്പോൾ കർത്താവ് വരണമെന്ന്. അതാ ജീവനുള്ള പ്രത്യാശ. അങ്ങനെയുള്ളവരിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. ദാറ്റ്സ് എ ലിവിങ് ഹോപ്പ്. ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞ അങ്ങനെ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, ഞാനോ നിങ്ങളോ ആയിരുന്ന ലേഖനം എഴുതിയിരുന്നെങ്കിൽ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നിങ്ങൾ ഇല്ലേ? ഞാൻ മരിച്ചു പോവും, പിന്നെ കർത്താവ് വരത്തുള്ളൂ. അങ്ങനല്ല, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പ്രിയമുള്ളവരെ. ദൈവം തൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി, ചെയ്യുന്നതിന് വേണ്ടി താൻ ചില ആളുകളെ വേർതിരിച്ച് അവരെ വർക്ക്മാൻഷിപ്പ്, കൈപ്പണിയായിട്ട് ദൈവം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ ഒരിക്കലും കിണറുകൾ മണ്ണിട്ട് മൂടുന്ന അമാലേക്യരെ പോലെ ആവരുത്. എനിക്കും വേണ്ട, നിനക്കും വേണ്ട. നോ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ പലപ്പോഴും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്ന ആ അമ്മയെ പോലെ ആവാറുണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുത് കേട്ടോ. ഒറിജിനൽ അമ്മ പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലരുത്, ആ കുഞ്ഞിനെ കൊല്ലരുത്, എടുത്തോട്ടെ. നമ്മളെന്താ പറയുന്നേ? എനിക്കും വേണ്ട, നിനക്കും വേണ്ട. എന്താ പ്രിയമുള്ളവരെ, ഇത് കർത്താവിൻ്റെ സഭയല്ലേ? എൻ്റെ സഭയാണ്, ഞാൻ ആ സഭയെ പണിയും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളിൽ നിന്നും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്, God want our determination, not our decision. നമ്മുടെ തീരുമാനമല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ നിർണയമാണ് ദൈവത്തിന് വേണ്ടത്.
നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. തീരുമാനം നമ്മുടെ ബുദ്ധിയിലൂടെ വരുന്നതാ, ബൗദ്ധിക തലത്തിലൂടെ വരുന്നതാ. പക്ഷെ നിർണയം നമ്മുടെ ഹൃദയത്തിലൂടെ വരുന്നതാ. ഹൃദയ നിർണയത്തോടെ, അതാ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചത്. ദാനിയേൽ തീരുമാനമെടുത്തത് അവൻ നിർണയിക്കുകയായിരുന്നു. ആ നിർണയം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായി തീർന്നാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മളിലൂടെ പ്രസാദിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മണവാളനും മണവാട്ടിയും കർത്താവിൻ്റെയാണ്, കർത്താവിൻ്റെ സ്വന്തമാണ് നമ്മൾ. കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് അവൻ്റെ ഹിതം നിറവേറ്റി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് കർത്താവിനെ നോക്കി പാർക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. YMEF ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ദൈവം ഇങ്ങനെയും ഒരു